ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വെള്ളപ്പയറും പപ്പായയും കൂടി വെച്ച് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ ഒഴിച്ചുകറി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളപ്പയറെടുത്ത് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിൽ വരുത്തി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പയർ കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനതിനായിട്ട് 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിതിലോട്ട് ഒരു ചെറിയ പപ്പായയാണ് എടുത്തിരുന്നത്. അത് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് പയറിൻ്റെ കൂടെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പയറിപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പപ്പായ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ്. എല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുത്തി നന്നായി തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പയർ ഓൾറെഡി കുക്കായി വന്നുകൊണ്ട് പപ്പായ മാത്രം ഒന്ന് കുക്കായി വന്നാൽ മതിയാവും. പപ്പായും പയറും എല്ലാം കുക്കായ ശേഷം ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിലോട്ടുള്ള അല്പം ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായയും വെള്ളപ്പയറും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്